എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രിയരെ, 12 വർഷം മുൻപുള്ള ഒരു കാലത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുകയാണ്. 2014 മുൻപ് ഫേസ്ബുക്കും ട്വിറ്ററും പത്രമാധ്യമങ്ങളും TV വാർത്താ ചാനലുകളും മൈതാനങ്ങളും റോഡുകളും നിറഞ്ഞു നിന്നത് ഇന്ത്യയിലെ യഥാർത്ഥ ദേശഭക്തരുടെ കരച്ചിലുകളാലായിരുന്നു. അന്നത്തെ ഗംഗാ നദി പോലും ഇവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. പെട്രോൾ, ഡീസൽ, ഗ്യാസ് സിലിണ്ടർ ഇവയെല്ലാം വില കൂടുതലായി എന്ന് പറഞ്ഞു ഇവർ രാജ്യം മുഴുക്കെ ബന്ദ് നടത്തി നാടകം കളിച്ചു നടന്നത് ഓർക്കുന്നുണ്ടോ എല്ലാവരും? കേരളത്തിൽ BJP നേതാക്കൾ സ്കൂട്ടി തള്ളിക്കൊണ്ട് റോഡിലൂടെ ജാഥ നടത്തിയിരുന്നത് ഇവരായിരുന്നു. രാജ്യത്തെ പണപ്പെരുപ്പം ജനങ്ങളെ കൊല്ലുകയാണ് എന്നും വിലക്കയറ്റം തടയാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നും നായിക, നായായിക, നായകന്മാർ, ബാബമാർ, സ്വാമിമാർ, രാജ്യത്തെ മോഡലുകൾ എല്ലാവരും ഒരുമിച്ചിരുന്നു കരഞ്ഞു പറഞ്ഞ ആ ഒരു കാലം. അതൊന്ന് ഓർത്തു നോക്കൂ. എന്തായിരുന്നു ഇവരുടെയൊക്കെ ഭാവാഭിനയം? ഇവരുടെ മുൻപിൽ ഓസ്കാർ അവാർഡ് കിട്ടിയ ആളുകൾ പോലും തോറ്റുപോകുമായിരുന്നു. ആ കാലഘട്ടത്തിൽ സാധാരണക്കാരന്റെ വിഷമം തോന്നിയതത്രയും ഇവർക്ക് സത്യമായിരുന്നു. അതോ നിലപാടുകളിൽ കപടതയുടെ മുഖമുദ്ര ചേർത്തുവെച്ചുകൊണ്ട് ഇവർ നടത്തുന്ന അതിദേശീയതയായിരുന്നു? പക്ഷേ അധികാരം കിട്ടിയ ഉടനെ ഇടിയേറ്റ പാമ്പ് കടിച്ച പോലെ പൂർണ്ണ മൗനം. ഇപ്പോൾ മിണ്ടാട്ടമില്ല. എല്ലാവരും ധ്യാനത്തിലാണ്. കഴിഞ്ഞ 10 മുതൽ 12 വരെ വർഷത്തെ കണക്കെടുത്താൽ ഇന്ത്യയിലെ പണപ്പെരുപ്പ നിരക്ക് 8% വരെയാണ്. രൂപയുടെ മൂല്യം ഇടിഞ്ഞ് തളർന്നു കിടപ്പാണ്. ഇന്ത്യൻ രൂപ സെഞ്ചുറി അടിക്കാൻ വേണ്ടി കാത്തുനിൽക്കുകയാണ്. നമ്മുടെ ജീക്ക് ഈ കാര്യത്തിൽ സെഞ്ചുറി ഉറപ്പാക്കും. ആ ക്രെഡിറ്റ് ജീക്ക് തന്നെയാണുണ്ടാവുക, വേറെ ആരും കൊണ്ടുപോകില്ല. നോട്ട് നിരോധന മാസ്റ്റർ സ്ട്രോക്ക് നടത്തിയ ആൾക്ക് തന്നെ ഈ സർട്ടിഫിക്കറ്റ് കൂടി കിട്ടും. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും ഇങ്ങനെയുള്ള പല സർട്ടിഫിക്കറ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. വാണിജ്യ ഗ്യാസ് സിലിണ്ടർ 1900 രൂപയിൽ നിന്ന് 3100 രൂപയായി വെറും 5 മാസം കൊണ്ട്. പെട്രോൾ, ഡീസൽ ദിവസവും കയറുന്നു. ക്രൂഡ് ഓയിൽ വില $155 ഉണ്ടായിരുന്നപ്പോൾ 67 രൂപയ്ക്ക് പെട്രോൾ തന്നിരുന്ന ഒരു കാലം നമ്മുടെയൊക്കെ മുന്നിൽ ഓർമ്മയിലുണ്ടോ? എന്നാൽ അങ്ങനെയൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിലെ അവസ്ഥ എന്താണ്? സ്മൃതി ഇറാനിയൊക്കെ മൈക്ക് കെട്ടി ഗ്യാസ് കുറ്റിയിലിടുന്നു സമരം നടത്തുകയും എന്നിട്ട് ഭരണം കിട്ടിയാൽ 250 രൂപയ്ക്ക് ഗ്യാസ് താരമെന്നുള്ള വാഗ്ദാനം ചെയ്തവളായിരുന്നു. പക്ഷേ എന്തു ചെയ്യാം? മന്ത്രിയായി, മൗനിയായി, പിന്നെ എവിടെയോ മറഞ്ഞുപോയി. ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ബാബ രാംദേവ് 35 രൂപയ്ക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞവന്റെ സ്വത്ത് 400 മടങ്ങ് വർദ്ധിപ്പിച്ച് സുഖമായി നാട്ടുകാരെ മുഴുവനും പറ്റിച്ചും ഇപ്പോഴും ജീവിക്കുന്നു. അമിതാഭ് ബച്ചൻ പെട്രോൾ 2 രൂപ കൂടിയപ്പോൾ കാറിന് തീ വയ്ക്കാൻ വിളിച്ചു പറഞ്ഞു. എന്നാൽ ഇപ്പോൾ സർക്കാർ പരസ്യങ്ങളിൽ നിന്ന് ധാരാളം പണം സമ്പാദിക്കുന്നു. ഡബിൾ ശ്രീ ബാബ ഡോളർ വില 40ലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞു എയർ വലിക്കാൻ പോയതാണ്. പിന്നീട് ഒരു വിവരവും അദ്ദേഹത്തെക്കുറിച്ചുണ്ടായിട്ടില്ല. അക്ഷയ് കുമാർ കാർ, ബൈക്ക് വിറ്റുകൊണ്ട് സൈക്കിൾ വാങ്ങിയെന്ന് പറഞ്ഞു. ദേശഭക്തി സിനിമകളിലൂടെ ലോലിപോപ്പ് നൽകി ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടും നടക്കുന്നു. മഹാമാനവൻ വിശ്വഗുരു പറഞ്ഞത് ഓർമ്മയുണ്ടോ? രൂപ ഇടിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഗരിമയും ഇടിയും. ഇപ്പോൾ രൂപയുടെ അവസ്ഥ കണ്ടിട്ടും ഗരിമ വർദ്ധിച്ചു കാണുന്നുണ്ടല്ലേ ജിക്ക്? ഇപ്പോഴത്തെ രാജ്യത്തിലെ ഫോർമുല വളരെ സൂപ്പർ തന്നെയാണ്. ആർക്കും ഒരു പരിഭവവുമില്ല. തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം, വിലവർധന ഇതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല. മതം, ദേശഭക്തി, ദൈവം, മോദിജി, രാജ്യം, പട്ടാളം എന്ന ഫോർമുല കലക്കി കുടിച്ചാൽ മതി, ഭക്തർ ഹാപ്പിയായി. BJP IT സെൽ ഫാക്ടറികൾ എപ്പോഴും ലൈവാണ്. കള്ളങ്ങൾ തിരിച്ചും മറിച്ചും പിന്നെയും വളച്ചും തിരിമറി നടത്തിയും അതിനെ മീമാക്കി മാറ്റിയെടുത്തുകൊണ്ടു ട്രെൻഡ് ചെയ്താൽ അന്ധഭക്തജനങ്ങൾക്ക് അത് സത്യമാവും. ഉടനെ തന്നെ അതെല്ലാം വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ ഭക്തന്റെ അടുത്തെത്തേണ്ട താമസം ഉടനെ വിളിക്കും. ജയ് മോഡിജി. ഗ്യാസ് സിലിണ്ടറുകൾക്ക് 1-2 രൂപ കൂടിയാൽ റോഡിൽ ശൂന്യമായ സിലിണ്ടർ വച്ച് ധർണ നടത്തിയ ഇവർ
ഇന്ന് 3100 രൂപ കൊടുത്തും മിണ്ടാതിരിക്കുന്നത് കണ്ടാൽ ആർക്കാണ് സങ്കടച്ചിരി വരാതിരിക്കുക? ഗ്യാസ് വില 5000 രൂപ ആയാലും വേണ്ടില്ല, മോഡി മതി എന്നതാണല്ലോ ആപ്തവാക്യം. ഇപ്പോൾ സംഘപരിവാർ ആളുകളെല്ലാം വായയിൽ അമ്പാഴം വിഴുങ്ങിയിരിപ്പാണ്. ആർക്കും മിണ്ടാൻ സാധിക്കുമില്ല. മുൻ സഹമന്ത്രിയായ വി മുരളീധരന്റെ അന്താരാഷ്ട്ര സാമ്പത്തിക വിപണ ഗണിതശാസ്ത്രം നമുക്കൊന്നു നോക്കാം. അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിന്റെ വില കുറഞ്ഞിരിക്കുകയാണ്. അതിൽ എന്തെങ്കിലും ചെറിയ എമൗണ്ട് കൂട്ടിയിട്ടുണ്ട്. വില കുറവാണുണ്ടായത്. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ അതിന്റെ ഒരംശമാണ് നാം കൂട്ടുന്നത്. അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ മഹാ കണ്ടുപിടുത്തം നടത്തിയ ഇത്രയും മനോഹരമായ ഗണിതശാസ്ത്രം കേരള ജനതയെ പഠിപ്പിച്ചു തന്ന സംഘപുത്രന് ധ്വജപ്രണാമമർപ്പിക്കാം. നിങ്ങൾ ജിയെ എതിർത്താൽ രാജ്യത്തെയും മതത്തെയും ദൈവത്തെയും എതിർക്കുന്നതുപോലെയാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷമായിരിക്കാം. പെട്രോൾ 200 ആയാലും ഗ്യാസ് 5000 ആയാലും എല്ലാം ഭക്തിയിൽ ആറാടിക്കൊണ്ടിരിക്കണം. അതിനെക്കുറിച്ച് മിണ്ടരുത്. 2017 നോട്ട് നിരോധന കാലത്ത് നടന്ന ഒരു ചാനൽ ചർച്ചയിലാണ് കെ സുരേന്ദ്രൻ മറ്റൊരു പ്രസ്താവന നടത്തി. അതായത്, ഉത്തമ 50 രൂപയ്ക്ക് ഡീസൽ കിട്ടുമ്പോൾ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോൾ ഓട്ടോറിക്ഷക്കാരന് ക്രെഡിബിൾ ഉണ്ടാവില്ലേ? പെട്രോളും ഡീസലും 50 രൂപയിൽ താഴെ വിൽക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയും എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. ഭാവിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ 50 രൂപയ്ക്ക് പെട്രോൾ ലഭിക്കുമോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന മറുപടിയാണ് പിൽക്കാലത്ത് അദ്ദേഹം നൽകിയത്. ലോകം മുഴുവൻ ഗ്യാസ് വില അന്വേഷിക്കുമെന്നിട്ട് പറയൂ, നമ്മൾ ഇത്രയൊക്കെ പിടിച്ചു നിന്നല്ലേ എന്ന് കേരളത്തിൽ നിന്നും ജയിച്ചു പോയ ഒരേയൊരു കലുങ്ക് തമ്പുരാൻ വക. ഈ വകയിൽ തൃശൂരിലെ സംഘഘടികൾക്കും കലുങ്ക് തമ്പുരാനും സമർപ്പയാമിനേരുന്നു. ഒരു സാധാരണക്കാരന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ പഴയ വാഗ്ദാനങ്ങളും ഇന്നത്തെ യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. ഭക്തിക്കും രാഷ്ട്രീയത്തിനുമപ്പുറം ജീവിതച്ചെലവെന്നത് എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ്. ചോദ്യങ്ങൾ ചോദിക്കേണ്ടവർ മൗനം പാലിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ കാവലാളാക്കേണ്ടത് ബോധമുള്ള പൗരന്മാരാണ്. കാണാം അടുത്ത വിഷയവുമായി.